എവരി വൺ, ജാൻസിസ് ഹോം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു 5 ഡേയ്സിൻ്റെ വൈനാണ്. അതിനായിട്ട് കറുത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. 1.5 കിലോ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബീറ്റ്റൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് 2 ടേബിൾ സ്പൂൺ, പിന്നെ 1.5 ടീസ്പൂൺ ഈസ്റ്റ്, ഒരു 5 പീസ് കറുകപ്പട്ട, കരയാമ്പൂ 6 ഏലക്കായ. ഇതെല്ലാമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ വൈൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഗ്രേപ്സ് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. അടുത്തത് ബീറ്റ്റൂട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മസാലകൾ കറുകപ്പട്ട, കരയാമ്പൂ, ഏലക്കായ. ഇനി ഒരു 3 ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ഒഴിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ ഗ്യാസ് ഓണാക്കാനായിട്ട്. ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരേക്കും നമ്മൾ കുക്കർ അടച്ചു വെക്കണം. 4 വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ കുക്കർ ഓപ്പൺ ആക്കാവുള്ളൂ. എന്നിട്ട് അത് തണുക്കാനായിട്ട് വെക്കണം. ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. 1.5 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കണം അതിനകത്തേക്ക്. നന്നായിട്ട് ഇളക്കി ഒരു അരമണിക്കൂർ ഇത് പൊങ്ങാനായിട്ട് വെക്കണം നമ്മൾ. നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അത് ചൂടാറിയപ്പോൾ ഞാൻ ഈ ചില്ല് ഭരണിക്കകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിൽ ബീറ്റ്റൂട്ട് ഞാൻ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ, ചില ഗ്രേപ്സിന് കളർ കുറവായിരിക്കും നമ്മൾ വൈനുണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ആ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബീറ്റ്റൂട്ട് ചേർത്തത്. അപ്പോൾ ഇനി ഇതിലേക്ക് പൊങ്ങാനായിട്ട് വെച്ചിരുന്ന ഈസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ സൂചി ഗോതമ്പോ അല്ലെങ്കിൽ ബ്രോക്കൺ വീറ്റ് എന്തായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് ബ്രോക്കൺ വീറ്റാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ ലിഡ് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇതൊരു 3 ദിവസം നമ്മൾ ഇരുട്ടുള്ള റൂമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കബേർഡിൻ്റെ ഉള്ളിലോ അങ്ങനെ വെച്ചാൽ മതി. ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചിരുന്നാൽ നല്ലതാണ്. അല്ലെങ്കിൽ ഈ വൈൻ്റെ കളറ് നഷ്ടപ്പെടും. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങനെ ഇരിക്കട്ടെ. 3 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം.
ദിവസമായി. ഈ 3 ദിവസവും ഞാൻ ഒരു നേരം വീതം ഇളക്കി കൊടുത്തിരുന്നു. ഇനി നമുക്ക് ഇത് വലിയൊരു അരിപ്പ എടുത്തിട്ടുണ്ട്, അതിലേക്ക് അരിച്ചൊഴിക്കാം. അരിപ്പ ഇങ്ങനത്തെ യൂസ് ചെയ്യാത്തവർക്ക് നല്ല 7 അകലമുള്ള ഒരു തോർത്തുമുണ്ട്, പുതിയൊരു തോർത്തുമുണ്ടിൽ അരിച്ചാലും മതി. ഗ്രേപ്സൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. പിന്നെ ഉടയാത്തത് ബീട്രൂട്ടിൻ്റെ പീസസാണ്. ഈ വൈൻ നമുക്ക് 3 ദിവസം ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈനായിട്ടുണ്ടാവും. പിന്നെ വേണമെങ്കിൽ നമുക്ക് 2 ദിവസം കൂടെ വയ്ക്കാം. 1-1.5 കൊല്ലം വരെ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നിലനിൽക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഉണ്ടാക്കിയ വൈന് ഇപ്പോഴും ഇവിടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. ടേസ്റ്റിനോ മണത്തിനോ ഒന്നിനും ഒരു കുറവുണ്ടായിട്ടില്ല. നല്ല വൈനാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം ഒക്കെ കെട്ടി വെച്ചാണ് വൈൻ ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ വെറും 5 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടൊക്കെ നമുക്ക് വൈൻ ഉണ്ടാക്കാം. ഇതിങ്ങനെ അരിച്ചെടുക്കാനായിട്ട് കുറച്ച് സമയം വേണം, കുറേശ്ശെ വീഴത്തുള്ളൂ. വൈൻ മുഴുവനായിട്ടും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ ഭരണി തന്നെയാണ് വീണ്ടും അരിച്ചൊഴിച്ചിരിക്കുന്നത്. ഭരണി വീണ്ടും കഴുകിയിട്ടില്ല, ജസ്റ്റ് തുടച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ബ്ലെൻഡിങ് ആൻഡ് ഫെർമെൻറ്റേഷൻ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരെല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കണം. വെറും 5 ദിവസത്തെ പരിപാടിയുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ദിവസം കൂടെ കൂടുതൽ വെക്കുന്തോറും ഈ വൈൻ നന്നായിക്കൊണ്ടിരിക്കും. അപ്പോൾ അടുത്തത് ഒരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ബായ്.